ഈ കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം ഞാനിന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയുള്ള കഷ്ണങ്ങളെല്ലാം മുറിച്ച് നല്ലതുപോലെ കഴുകി നമ്മൾ അതിന് കുക്കറിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കുറേശ്ശായിട്ട് കുക്കറിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എളുപ്പമായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ പോകുമെങ്കിലോ ഇതൊക്കെ എളുപ്പമായിട്ട് ഒരു സാമ്പാർ തയ്യാറാക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ കാണിക്കാൻ വരികയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് തരണം, ഇഷ്ടമായാൽ. പിന്നെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് പറക്കിയതെല്ലാം കുക്കറിലോട്ട് ഇട്ടു. അതിനുശേഷം നമ്മൾ പരിപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പോൾ പരിപ്പ് നമുക്ക് ഒരുപാട് അങ്ങ് കുറയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് കൂടുകയും ചെയ്യരുത്. ആ ഒരു മീഡിയം രീതിയിൽ വേണം പരിപ്പിടാനായിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഉപ്പ് ഇട്ടായിരുന്നു. ഇനി കുറച്ച് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമ്മളത് അടുപ്പിലോട്ട് വയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുക്കർ അടച്ച് നമ്മൾ അടുപ്പിലോട്ട് വയ്ക്കുകയാണ്. ഇത് നമുക്ക് ഈസി ആയിട്ടുള്ള സാമ്പാറാണ്. ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. അപ്പോൾ കുക്കറിൻ്റെ ഫിസിലൊക്കെ പോയി ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സാമ്പാർ നല്ലതായിട്ട് വെന്തു. ഇനി നമ്മൾ അതിന് വേണ്ടിയുള്ള മസാല കൂട്ടുകൾ നമ്മൾ ചെറിയ തീ ഇട്ടിട്ട് അതെല്ലാം മൂപ്പിച്ചെടുക്കും. അപ്പോൾ ഞാനിപ്പോൾ സാമ്പാർ പൗഡറും ഈസ്റ്റേൻ്റെ സാമ്പാർ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ച് സാമ്പാർ വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മുളക്, മല്ലി, ഈസ്റ്റേൻ്റെ സാമ്പാർ പൊടി. അപ്പം പിന്നെ നമ്മളിത് മൂന്നും കൂടി ചെറിയ തീയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും. അപ്പോൾ അത് മൂപ്പിച്ചെടുക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സാമ്പാറിന് നല്ലൊരു നിറം കിട്ടാനായിട്ട്. അപ്പോൾ പിരിയമുളകുള്ളവർ പിരിയമുളകും കൂടെ ചേർക്കണം. ഞാൻ അതിൽ കുറച്ച് പിരിയമുളകും കൂടെ അതിലുണ്ട്. മുളക് പൊടി തന്നെ കുറച്ച് പിരിയമുളകും കൂടെ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മൾ ചൂടാക്കും. അപ്പോൾ നമ്മളിപ്പോൾ സാമ്പാർ വേവിച്ച് വെച്ചതിൽ കായപ്പൊടി ഇട്ടിട്ടുണ്ട്. അതാണ് കായപ്പൊടിയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് നല്ലതുപോലെ മസാലക്കൂട്ട്, കായപ്പൊടി ഇളക്കിയതിന് ശേഷം മസാലക്കൂട്ട് ഇട്ട് നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കും. നമ്മൾ അടുപ്പിൽ തിരിച്ച് വെച്ച് നമ്മൾ അടുപ്പിൽ തന്നെ വെച്ചാണ് ഈ മസാലക്കൂട്ട്, ഈ 3 മസാലക്കൂട്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് കറിയിൽ നല്ലതുപോലെ പരിവാവുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു സ്റ്റൈലിൽ നമ്മൾ എങ്ങനെയാണ് സാമ്പാർ വയ്ക്കുന്നത്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം. അപ്പോൾ നല്ലതുപോലെ നമ്മൾ ഇത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിന് നമ്മൾ തിളയ്ക്കാനായിട്ട് അടുപ്പിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വെട്ടിത്തിളച്ച് ആ നമ്മൾ ഇട്ട മസാലക്കൂട്ടൊക്കെ ഇതിൽ നല്ലതായിട്ട് പിടിച്ച് വരണം. അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ ഇതിന് കടുവറുക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നതും. അപ്പോൾ നമ്മൾ ഇത് നല്ലതുപോലെ ഇളക്കിയപ്പോൾ ആവശ്യത്തിന്, ഇനിയിപ്പോൾ അന്ന് സമയത്ത് ഉപ്പിട്ടായിരുന്നു, എങ്കിലും ഇനി ഉപ്പ് വേണമെങ്കിൽ ഉപ്പിടാം. പിന്നെ കുറച്ച് വാളം പുളിയെടുത്ത് പിഴിഞ്ഞ് അതിലോട്ട് ഈ അവസാനം ചേർത്ത് കൊടുക്കണം. ഒന്ന് തിളച്ച് വരുമ്പോൾ അപ്പോൾ അതും കൂടെ ഒന്ന് അതിൽ കിടന്നൊന്ന് നല്ല രീതിക്ക് തിളച്ചെന്നിതാവണം. അപ്പം അതിനുശേഷം നമ്മൾ കടുവറുക്കാനായിട്ടൊരു പാത്രം എടുത്ത് വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് കരിവേപ്പില, കൊച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി കൂടെ ചേർക്കണമെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റാണ്. വായുവൊക്കെ ഉള്ളവർക്ക് ഇഞ്ചി കൂടെ ചേർക്കാൻ നല്ലതാണ്. പിന്നെ മല്ലിയില, പൊട്ടുമല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത സാമ്പാർ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചേർക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പൊടിയായിട്ട് മല്ലിയില നമ്മൾ സാമ്പാറിൽ ചേർക്കും. ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. പിന്നെ അത് കഴിഞ്ഞ് കരിവേപ്പില നമ്മൾ കടുവറുക്കുന്നതിലാണ് കൂടുതൽ ഇടാറുള്ളത്. സാമ്പാർ നല്ലതുപോലെ തിളച്ചപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സാമ്പാർ നല്ല രീതിക്ക്, കറി നല്ല രീതിക്ക് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് കറി നല്ല ഇപ്പം നമ്മൾ ബാക്കി ചെറിയ രീതിയിൽ ടേസ്റ്റ് ചെയ്ത് നോക്കും. ബാക്കി എന്തെങ്കിലും ഉപ്പും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പം നമുക്കിനി കടുക് വറുക്കലിലോട്ട് പോവാം.
കടുക് വറുക്കാനായിട്ട് നമ്മൾ ചട്ടി വെച്ചായിരുന്നു. അതിലോട്ട് നമ്മൾ ഉലുവ എണ്ണ പൊട്ടപ്പോൾ നമ്മൾ ഉലുവ ചേർത്ത് പിന്നെ നമ്മൾ കടുകും കൂടെ ഇടും. അപ്പോൾ ഈ ഉലുവ പൊടിയായിട്ട് ഉള്ളവർക്ക് പൊടിയായിട്ട് സാമ്പാർ വെച്ചതിൽ ചേർക്കാം. നമ്മളതിലിപ്പോൾ പൊടിയല്ല, നമ്മളതിലിപ്പം ഉലുവയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉലുവ കടുക് ഇട്ട് നല്ലതുപോലെ പൊട്ടുമ്പോൾ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കരിവേപ്പില ഇത് മൂന്നും കൂടെ ഇട്ട് നല്ലതുപോലെ എണ്ണയിൽ ഇട്ട് ഒന്ന് ചൂടാക്കണം. അപ്പോൾ നമ്മൾ ഈ കടുക് വറുക്കാനായിട്ട് പറ്റൽ മുളക് ഈ സാമ്പാർ വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെളുത്തുള്ളി ഇട്ട് കടുക് വറുക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് അതിന്. അപ്പോൾ വയ്ക്കുന്നവർ അതൊന്ന് പരീക്ഷിച്ച് നോക്കണം, നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ അതിനുശേഷം കുറച്ച് കരിവേപ്പില എടുത്ത് സാമ്പാറിൻ്റെ കൂടെ ഇട്ടു. നമ്മൾ നേരത്തെ മല്ലിയില ഇട്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ മൂത്ത് വരണം. ഇത് നല്ലതുപോലെ കടുകൊക്കെ പൊട്ടി ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വരുന്നവരെ നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നല്ല ഈസി സാമ്പാറാണ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഇത് ഇളക്കി അത് ഏകദേശം മൂത്ത് വരുമ്പോൾ വീണ്ടും നമ്മളിതിൽ സാമ്പാർ മസാല ആ എണ്ണയിൽ ശകലം നമ്മൾ ഇട്ട് കൊടുക്കും. അത് ഇതിനൊരു പ്രത്യേക ഒരു ഫ്ലേവറും നല്ലൊരു മണവും കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങളങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിൽ കൂടെ നല്ല ടേസ്റ്റായിട്ട് കിട്ടാനായിട്ട് വേണ്ടിയാണ്. അപ്പം നമ്മൾ നല്ലതുപോലെ അത് മൂപ്പിക്കാനായിട്ട് നോക്കിയാണ്. ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞ് ഇനി നമ്മൾ സാമ്പാർ മസാല ഇട്ടതും കൂടി ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഇളക്കിയിട്ട് ഇതിലോട്ട് കടുക് വറുത്ത് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാമ്പാർ എങ്ങനെയാണ് വെക്കുന്നത്, എങ്ങനെ വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചേർത്ത് തരണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.